വാങ്ങി, പക്ഷെ കറണ്ടില്ല. നല്ല മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. കേൾക്കാലോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العلي العظيم. പ്രിയമുള്ള മുഅ്മിനാത്തുകളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ബഹുമാനമാക്കപ്പെട്ട മറ്റൊരു മാസത്തിലാണ് നാം ഉള്ളത്. റബീഉൽ അവ്വൽ എന്ന വളരെ പുണ്യമുള്ള മാസം കഴിഞ്ഞു. റബീഉൽ ആഖിർ, അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ കേട്ട മുഹയ്യിദ്ദീൻ മാലയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. മറന്നുപോയ ആളുകൾ ഈ മാസത്തിന്റെ പ്രത്യേകത ഓർമ്മിച്ചിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ട് നേർച്ച ഈ മാസത്തിലാണ്. റബീഉൽ ആഖിർ 11-നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ തങ്ങൾ വഫാത്തായത്. ജനിച്ചത് റമദാൻ മാസത്തിലാണ്. മഹാനവർകളുടെ ആണ്ട് നേർച്ച ബഗ്ദാദിൽ അവിടുത്തെ മഖ്ബറയിൽ വലിയ ആഘോഷമായി കൊണ്ടാടുമ്പോൾ ലോകം മുഴുവനും അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ എന്ന് മാത്രമല്ല, ഔലിയാക്കളുടെ നേതാവ് കൂടിയാണ് എന്നതും മാത്രമല്ല, ഔലിയാക്കളുടെ നേതാക്കൾക്ക് പേര് പറയുന്നത് കുത്തുബ് എന്ന്. ആ കുത്തുബുകൾക്ക് ഒരു നേതാവുണ്ടെങ്കിൽ അത് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ്. അഥവാ ഔലിയാക്കളുടെ നേതാക്കളായ VIP-കൾ, അവരുടെ നേതാവാണ് കുത്തുബുൽ അഖ്താബ്. അഖ്താബീങ്ങളുടെ നേതാവ് അഥവാ ഔലിയാക്കളുടെ നേതാക്കളുടെ ഒരു നേതാവായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ട് നേർച്ചയിൽ ഓരോ വിശ്വാസികളും അതിൽ ഭാഗവാക്കാകണം. അതെങ്ങനെയാണ് ഞങ്ങൾ കൂടുക, ഞങ്ങളിപ്പോൾ ഉറൂസ് വഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യം. 11-ാം രാവിന്റെ ദിക്ർ എന്ന പേരിൽ ഒരു ദിക്ർ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ദിക്ർ 11-ാം രാവിലെ അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേന്ന് 11-ന്റെ പകലിൽ നമ്മളുടെ വീട്ടിൽ കഴിക്കണം. അത് നിങ്ങൾക്ക് അറിവുണ്ടോ പതിവുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ അവസ്ഥ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഇതുവരെ ചെന്ന സ്ഥലങ്ങളിലൊക്കെ അതുണ്ട് എന്ന് മാത്രമല്ല, ആ മാസത്തിന് മുമ്പേ തൻ്റെ വീട്ടിൽ രോഗമുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് അല്ലെങ്കിൽ വീട്ടിന് മൊത്തമായിട്ട് ഒരു കോഴി ഉഴിഞ്ഞ് വീട്ടിൽ പോറ്റും. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇത് അറുത്ത് വിതരണം ചെയ്യണം. അതിന്റെ കൂലി സവാബ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് ഹദിയ ചെയ്യുക എന്ന നിയ്യത്തോടു കൂടെ ആ കോഴി വളർത്തിയത് അറുക്കുന്നത് ദിക്റിന്റെ അന്നാണ്. അഥവാ 11-ാം ദിവസമാണ്. റബീഉൽ ആഖിർ 11-ന്റെ അന്ന് ദിക്റിന്റെ കോഴി എന്ന പേരിൽ ആ കോഴിയെ നമ്മൾ വളർത്തി ആ ദിക്റിന്റെ അന്ന് അറുക്കുകയും അതിന്റെ കറി വെച്ച് പത്തിരും പള്ളിയിലേക്ക് കൊടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇല്ലെങ്കിൽ, ഉണ്ടായിരുന്നോ ഇല്ലേന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ വർഷം നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിഷയം പെണ്ണുങ്ങളോട് പറയാൻ ഇങ്ങനെ ഒരു വേദി ഇല്ലായിരുന്നു. ഇപ്പോൾ പറയുകയാണ്. മറ്റന്നാള് ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രിയാണ് റബീഉൽ ആഖിർ 11-ാം രാവ്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ ഈ നാട്ടുകാർക്ക് വേണ്ടി പള്ളിയിൽ നമ്മൾ കഴിക്കുന്നു. ആ ദിക്റിന് വേണ്ടിയുള്ള ചീരണി നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിൽ അങ്ങനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ വെറും പത്തിരി മാത്രം ചുട്ടിട്ടോ അല്ലെങ്കിൽ അപ്പം ചുട്ടിട്ടോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളായിട്ടോ പള്ളിയിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഞായറാഴ്ച അസ്തമിച്ച മറ്റന്നാൾ, ഇന്ന് ശനി, നാളെ ഞായർ, നാളെ മഗ്‌രിബിന് പള്ളിയിൽ ദിക്ർ നടത്തുന്നുണ്ട് 11-ാം രാവിന്റെ. അതിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞതുപോലുള്ള ചീരണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുള്ളതായ വിധത്തിലുള്ള ചീരണിയോ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിനോട് നമ്മളും ചേരുന്നു എന്നത് കാണിക്കാൻ വേണ്ടി
നിങ്ങൾ കൊടുത്തുവിടണം. നിങ്ങളുടെ ചെറിയ കുട്ടികളെയും അതുപോലെ നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളെയും മഗ്‌രിബിന്റെ സമയത്ത് പള്ളിയിലേക്ക് എത്താൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തി, എന്തുകൊണ്ട് ഭർത്താവ് എന്ന ആ വിഷയത്തെ നമ്മൾ ചെറിയ രൂപത്തിൽ സ്പർശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ഇൽമു പകർത്തുവാനും അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ഭർത്താവ് എന്ന് ഇപ്പോഴുള്ള പഠിച്ച വിദ്യാർത്ഥികൾക്ക് ആ വിഷയത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കണമെന്നില്ല. ചില ആളുകൾ ചോദിക്കും, എന്തുകൊണ്ട് ഭർത്താവ് എന്ന് പറയുമ്പോൾ ആ വാക്ക് പൂർത്തിയായിട്ടില്ലല്ലോ. അതിപ്പോ ഹെഡിങ് ആയിട്ട് പലപ്പോഴും പത്രത്തിലൊക്കെ വരുന്ന വിഷയമാണ്. എന്തുകൊണ്ട് ഗുജറാത്ത്, എന്തുകൊണ്ട് ഇന്ത്യ, എന്തുകൊണ്ട് കാന്തപുരം എന്നൊക്കെ ഇങ്ങനെ വരുന്നത് പോലെ ഓരോ ആളെ പ്രത്യക്ഷമായി വലിയ വിഷയമായി വരുന്ന കാര്യങ്ങളെ അതെന്തുകൊണ്ട് അത്രയും പ്രാധാന്യത്തോടെ ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന ചോദ്യത്തിന് മറുപടി തേടുന്ന ഒരു ഹെഡിങ് ആണ്. എന്തുകൊണ്ട് ഭർത്താവ് എന്നത് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആണും പെണ്ണും ഈ രണ്ട് വിഭാഗത്തിൽ നിന്ന് ആണിനെ എന്തുകൊണ്ട് അത്ര പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നു, ഭർത്താവിന് എന്തുകൊണ്ട് ഇസ്ലാമിൽ അത്രയും വലിയ സ്ഥാനം, പെണ്ണിന്റെ ആ ബോധമണ്ഡലത്തിലേക്ക്, ചിന്തയിലേക്ക് അത്രയും വലിയ ഒരു കാര്യമുള്ള വിഷയമായി ഭർത്താവിനെ അവതരിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി ഇൻഷാ അള്ളാഹ് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് കിട്ടുകയുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത് ആദ്യം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടുക. ആ റബ്ബ് അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുകയും അവരിൽ നിന്ന്, ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് നിങ്ങളെയൊക്കെ അള്ളാഹ് പടച്ചു. എന്നിട്ട് വഖലഖ മിൻഹാ സൗജഹാ, ആ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ അള്ളാഹു പടക്കുകയും ചെയ്തു. ആ ഒരൊറ്റ ശരീരത്തിൽ നിന്ന്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന്, ആ ആദം നബിയുടെ വാരിയലിൽ നിന്ന് ഒരു ഇണയെ സൃഷ്ടിക്കുകയും ചെയ്ത അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക. ഇണയെ സൃഷ്ടിക്കുകയും ആണ് പെണ്ണ് എന്ന രണ്ട് വിഭാഗത്തെ സൃഷ്ടിച്ച് അതിൽ നിന്ന് ഒരുപാട് ആളുകളെ അള്ളാഹു ലോകത്ത് പരത്തി. വനിശാഅൻ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു ലോകത്ത്. അതുകൊണ്ട് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, നിങ്ങൾ അള്ളാഹുവിനെ സത്യം ചെയ്തിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. അങ്ങനെ ആ അള്ളാഹുവിനെ നിങ്ങൾ വലിയ കാര്യമായി കാണുന്നെങ്കിൽ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതിന്റെ പുറമെ വൽ അർഹാം, കുടുംബ ബന്ധത്തെയും നിങ്ങൾ വലിയ മഹത്വത്തോടെ കാണണം, സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അള്ളാഹു നിങ്ങളെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. നിങ്ങളെ മാത്രം എന്ന പോലെ ഓരോരുത്തരുടെയും വിഷയം ഓരോന്നായി അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു എല്ലാവരെയും ഒന്നായി അറിയുകയല്ല, മറിച്ച് ഓരോരുത്തരെയും ഓരോരുത്തരായി അള്ളാഹു അറിയും. ഓരോരുത്തരുടെ വിഷയം വെവ്വേറെ അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരെയും ടോട്ടലായിട്ട് അറിയുകയല്ല, ഓരോരുത്തരെയും അള്ളാഹു കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിൽ അള്ളാഹു ആണിനെയും പെണ്ണിനെയും ഒറ്റ ശരീരത്തിൽ നിന്നാണ് പടച്ചത്. അഥവാ ലോകത്ത് ഇണകളാക്കി അള്ളാഹു പടച്ചു. അത് വലിയ പ്രത്യേകതയാണ്, വലിയ അള്ളാഹുവിന്റെ ഖുദ്റത്താണ് എന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ബന്ധത്തെ, ആണും പെണ്ണും തമ്മിലുള്ള ആ ഭാര്യ ഭർത്തൃ ബന്ധത്തെ നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. കാരണം ഭാര്യയും ഭർത്താവും എന്ന കുടുംബ ജീവിതം അത് നന്നാകണമെങ്കിൽ രണ്ടുപേരും നല്ല ഒത്തൊരുമയോടെ ജീവിക്കുക തന്നെ വേണം. അല്ല എന്നുണ്ടെങ്കിൽ കുടുംബം തകർന്നു പോകും. ഒരു കുടുംബം നല്ല രൂപത്തിൽ കോർവയോടുകൂടെ പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അവർ ചെയ്യേണ്ട കടമകൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഭർത്താക്കന്മാർക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ അവരില്ലാത്തത് കൊണ്ട് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ട ചില ഭാഗങ്ങൾ മാത്രം ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അദ്ദുന്യാ കുല്ലുഹാ മതാ, ദുനിയാവിൽ
ഒരുപാട് മനുഷ്യരെ മാത്രമല്ല ഒരുപാട് സാധനങ്ങളെ പടച്ചിട്ടുണ്ട്. അതിൽ ആണിനു വേണ്ടി പടച്ചതാണ് പെണ്ണ് എങ്കിൽ ആ നിലക്ക് പടക്കപ്പെട്ട സുഖം അനുഭവിക്കേണ്ട സാധനങ്ങൾ, വസ്തുക്കൾ, ജീവികൾ, മനുഷ്യർ, അതിൽ നിന്നൊക്കെ ഏറ്റവും നല്ലത് ഏത് എന്ന് നോക്കിയാൽ അദ്ദുന്യ കുല്ലുഹാ മതാഅ്, ദുനിയാവ് മുഴുവനും സുഖമെടുക്കുന്നതിന് വേണ്ടി അള്ള പടച്ചതാണ് എങ്കിൽ വഖൈറു മതാഇദ് ദുനിയാ, ദുനിയാവിന്റെ സുഖമെടുക്കപ്പെടുന്ന സാധനങ്ങളിൽ നിന്ന് ഒരു മനുഷ്യന് ഏറ്റവും സുഖം തോന്നുന്ന ഏറ്റവും നല്ല സാധനം അൽ മർഅത്തു സ്വാലിഹാ, സ്വാലിഹായ സ്വഭാവമുള്ള പെണ്ണ്, കടമകൾ പാലിക്കുന്ന പെണ്ണ്, എല്ലാം അറിഞ്ഞു പ്രവർത്തിക്കുന്ന നല്ല പെണ്ണ്. അല്ലാതെ സൗന്ദര്യമുള്ള പെണ്ണ് എന്നോ ആരോഗ്യമുള്ള പെണ്ണ് എന്നോ വിദ്യാഭ്യാസമുള്ള പെണ്ണ് എന്നോ അല്ല അള്ളാഹു പറയുന്നത്. ഇസ്ലാമികമായി അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന പെണ്ണ്. ഞാൻ ആമുഖം നീട്ടുന്നില്ല. ഒരു ഭർത്താവ് ഏതായാലും ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരാണായാൽ ഒരു പെണ്ണ് വേണം, പെണ്ണായാൽ ഒരാണ് വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം എന്നൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു ഭർത്താവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത് നമുക്ക് നൽകപ്പെടും. ആ കണക്കാക്കിയതല്ലാതെ ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടുകയില്ല, നമ്മൾ കൊതിച്ചത് കിട്ടുകയില്ല. അള്ളാഹു വിധിച്ചത് മാത്രമേ നമ്മുടെ തലയിലേക്ക് വരികയുള്ളൂ. അതാദ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഖദർ കൊണ്ടുള്ള വിശ്വാസം കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയ ഭർത്താവിനെ കുറിച്ചാണ് ഇനി നമ്മുടെ ചർച്ചയും നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി ചിന്തിക്കേണ്ടത്. അപ്പോ കിട്ടിയ ഭർത്താവിനെ കുറിച്ചായിരിക്കണം ആദ്യം ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ, ഉഹദ് യുദ്ധം കഴിഞ്ഞു, വലിയ നഷ്ടം മുസ്ലിമീങ്ങൾക്ക് വന്ന ഒരു യുദ്ധമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിൽ നിന്നും അതുപോലെ പല്ലിൽ നിന്നും മുട്ടിൽ നിന്നുമൊക്കെ രക്തം വാർന്നൊലിച്ച യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധത്തിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബഹുമാനപ്പെട്ട ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മകളോട് പറഞ്ഞു, ഹംനത്ത് ബിൻത്ത് ജഹ്ഷ്, ജഹ്ഷ് എന്ന് പറയുന്ന വയസ്സായ ആ സഹാബിയുടെ ഒരു മകളുണ്ട്. ആര്? ഹംനത്ത് ബീബി റളിയല്ലാഹു അൻഹ. ഹംന, ആ ഹംനയെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഓ ഹംന, നീ സബുർ ചെയ്യണം. എന്താണ് നബിയേ? വളരെ ഗദ്ഗദത്തോടെ ഹംന ചോദിച്ചു, നിന്റെ ഉമ്മയുടെ സഹോദരി കാർന്നോ, നിന്റെ കാക്കയായ ഹംസ റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹംന, നീ വേദനിക്കരുത്, സബുർ ചെയ്യണം, മനസ്സിന് നല്ല ഉറപ്പ് വേണം. ഹംന പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു നബിയെ. ഇന്നാലില്ലാഹ്, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതല്ലേ. ഹംന ക്ഷമിക്കുകയാണ്. വീണ്ടും കുറച്ചു കഴിയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് ആ ഹംനയെ വിളിച്ചു പറയുന്നു, ഹംന, നിന്റെ സഹോദരനായ അബ്ദുള്ളയും ഉഹദിൽ മരിച്ചുപോയി. ഹംന പറയുന്നു, ഫത്തർജഅത്ത്, ഇന്നാലില്ലാ എന്ന് പറഞ്ഞ് ക്ഷമിക്കുകയാണ്. വീണ്ടും മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹംന ثم نعي لها زوجها مصعب بن عمير, നിന്റെ പ്രാണസഖിയ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുസ്അബ് ഇബ്നു ഉമൈറും നിന്റെ ഭർത്താവ് മുസ്അബും ഈ ഉഹദ് യുദ്ധത്തിൽ മരിച്ചുപോയി. ഹംന, ആ സമയത്ത് ഇതുവരെ ക്ഷമിച്ച് ഇന്നാലിന്ന പറഞ്ഞ ആ ഹംനത്ത് ബീബി റളിയല്ലാഹു അൻഹു അറിയാതെ പറയുകയാണ്, വാ ഹുസ്നാ വാ ജുഹ്ദാ, ഓ എന്റെ സങ്കടമേ, ഓ എന്റെ ബേജാറേ, ഓ എന്റെ ആപത്തേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വീഴുകയാണ് ഹംനത്ത് ബീബി റളിയല്ലാഹു അൻഹാ. ആർക്കും ആ സമയത്ത് ആ മഹദിയെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂല് നിറകണ്ണുകളോടെ അവിടെ പറയുകയാണ്. ഹംനയുടെ ബാപ്പ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, ജഹ്ഷ് റളിയല്ലാഹു അൻഹു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നലിസ്സൗജി ശുഅബത്തും മിനൽ മർഅതി മാ ഹിയ ലി അഹദിൻ,
പെണ്ണിന് ഭർത്താവ് എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ശുഅബത്താണ്. മാഹിയലി അഹദിൻ, അത് ഒരാൾക്കും കൊടുക്കാത്ത മനസ്സിന്റെ അകത്തുള്ള ഒരു സ്ഥാനമാണത്. അത് ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ പെണ്ണിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾ അറിയാതെ അത് കടന്നുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഭർത്താവ് നഷ്ടപ്പെടുക എന്നുള്ള കാര്യം ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് പറയണം, അതേ ബാലൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ഹദീസ് ഇബ്നു മാജഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്. അപ്പൊ ഭർത്താവ് മരിക്കുക എന്നുള്ളത് അസഹനീയമായ ഒരു ദുരന്തമാണ്. ഉള്ള ഭർത്താവിന്റെ വില നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുകയില്ല. ഒരു സൂഫിയായ മനുഷ്യൻ വഫാത്താവുകയാണ്. ആ സമയത്ത് ഭാര്യ കരയുകയാണ്. ആര്? ഒരു സൂഫിയായ ഒരു മഹാൻ മരിക്കാൻ കിടക്കും. ആ സമയത്ത് ഭാര്യ ഓ എന്റെ ഭർത്താവേ എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? അപ്പൊ നിങ്ങളുടെ കാര്യമോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ആ സമയത്ത് സൂഫിയായ ആ മനുഷ്യൻ പറയുന്നു, നീ കരയുകയാണെങ്കിൽ നിനക്ക് വേണ്ടി കരഞ്ഞുകൊള്ളുക. ഞാൻ ഇതുവരെയും ഈ മരണത്തിന്റെ ദിവസത്തിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. മുൻപ് 40 കൊല്ലമായി ഞാൻ കരയുന്നു എന്നാ സൂഫിയായ മനുഷ്യൻ പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർത്തുപോവുകയാണ്. അപ്പോ ഭർത്താവ് മരിക്കുന്ന സമയത്ത് എങ്ങനെയുള്ള മഹാന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അതാണ് ഭർത്താവ് എന്ന് പറയുന്നത്. അപ്പോ ഭർത്താവ് അതുപോലുള്ള കടമകൾ പഠിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. മിനിഞ്ഞാന്ന് വഴവ് കഴിഞ്ഞപ്പോൾ നല്ല വിജയകരമായിരുന്നു. അതിന്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ ക്ലാസ്സിന് വരുന്ന ഉമ്മമാർക്ക് തന്നെയാണ്. അവരുടെ പ്രചോദനമായി മറ്റു പെണ്ണുങ്ങളും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അവർക്കുള്ള പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അവർ പറഞ്ഞു, ഒരു പെണ്ണുങ്ങൾ വഴവ് മതിയായിട്ടില്ല ഉസ്താദെ, 5 ദിവസം പോരായിരുന്നു എന്ന്. കാരണം അത്രക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു. പക്ഷേ അത് പരിപൂർണമായി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൻ യശ്ബഅ മുഅ്മിനുൻ, ഒരു മുഅ്മിനിനും വയറ് നിറയൂല. യസ്മഉ മിനൽ ഖൈരി, ഖൈറായ കാര്യങ്ങൾ കേട്ട് കേട്ട് അവർ ഇങ്ങനെ ഇരിക്കും. ഹത്താ മുൻതഹാഉൽ ജന്ന, സ്വർഗം അവരുടെ അവസാനത്തെ വീട് ആകുന്നത് വരെ. അപ്പൊ സ്വർഗത്തിൽ എത്തുന്നത് വരെ ക്ലാസ് നമ്മൾ കേൾക്കും, വയറ് കേൾക്കും. ആ ഇൻട്രസ്റ്റ് കുറയുകയില്ല. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് പറയാൻ കാരണം നമ്മൾ ചെയ്ത സ്വതക്കകൾ, അമലുകൾ, ഇതൊക്കെ ബാക്കിയാകുന്നതിനും കൂടി ഭർത്താവിനോടുള്ള കടമകൾ ശ്രദ്ധിക്കാൻ നിർബന്ധമായ കാര്യമാണ്. കാരണം ഒരാൾ കുറെ നിസ്കരിച്ചു, നോമ്പ് നോക്കി, ദിക്റ് ചൊല്ലി, നല്ല സ്വാലിഹത്തായ ഉമ്മയാണ്. ചൊല്ലുന്ന ദിക്ർ ഉസ്താദ് 50,000 ചൊല്ലാൻ പറഞ്ഞാൽ 1,00,000 ചൊല്ലും, 1,00,000 ചൊല്ലാൻ പറഞ്ഞാൽ 2,00,000 ചൊല്ലും. അങ്ങനെയുള്ള ഉമ്മയാണ്. എങ്കിലും ഭർത്താവിനോടുള്ള കടമ അത് നിർവഹിക്കാത്തവളാണെങ്കിൽ അവളുടെ പാരത്രികമായ കാര്യം കുറച്ച് നഷ്ടത്തിലാണ്. അത് ആദ്യമായി ഞാൻ കടമകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു പെണ്ണ്, ആ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു, എന്തോ ഒരു ദേഷ്യപ്പെട്ട സമയത്ത്, ഇതുവരെ നീ എനിക്കൊരു ഉപകാരവും ചെയ്തിട്ടില്ല. ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും പെണ്ണ് ദേഷ്യം വരുമ്പോ അങ്ങനെയാ പറയാറുള്ളത്. അങ്ങനെ ഒരു പെണ്ണ് ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ, ഇല്ല അഹ്ബത്തല്ലാഹു അമലഹ, അവളുടെ അമല് അള്ളാഹു പൊളിച്ചു കളയും. എത്ര കൊല്ലത്തെ അമല്? 90 സന, നമുക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും വയസ്സ്, 90 വയസ്സ് ചെയ്ത, 90 കൊല്ലം ചെയ്ത അമല് ഒറ്റ ഈ വാക്കുകൊണ്ട് പൊളിഞ്ഞു പോവുകയാണ്. ഭർത്താവിന് എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം എന്ന ചോദ്യത്തിന് അള്ളാഹും റസൂലും അവർക്ക് പ്രാധാന്യം നൽകി. ഭർത്താവിനെ പെണ്ണ് അനുസരിക്കണം. അതെന്തിന്? അള്ളാഹിന്റെ നിയമം കുടുംബം നല്ല രൂപത്തിൽ പോകാനാണ്. ഒരു നേതൃത്വം ഇല്ലെങ്കിൽ ഏതൊരു വിഷയവും അത് പരാജയപ്പെട്ടു പോകും. ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ, 3 ആൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ ഒരാൾ അമീറാകണം. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ എൻ്റെ കുറെ പൈസ അങ്ങോട്ട് പോയി, ഞാൻ തന്നെ ടിക്കറ്റ് എടുത്തു, അതിന് അവര് എണ്ണിയിട്ട് കണക്കാക്കി തന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ തമ്മിൽ തെറ്റിയിട്ടുണ്ടാകും. ഒരു സ്ഥലത്ത് കുറച്ചാൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ലീഡർ വേണം. ഒരു സ്കൂളാണെങ്കിൽ ഒരു ലീഡർ വേണം. ഒരു പള്ളിയാണെങ്കിൽ അതിനൊരു ലീഡർഷിപ്പ് വേണം. എല്ലായിടത്തും ഒരു നേതൃത്വം വേണം. കുടുംബത്തിനും ഒരു നേതൃത്വം വേണം. രണ്ടാളും അള്ളയായാ പറ്റൂല. ഒരാൾ ലീഡറാകുക, ഒരാൾ താണു നിൽക്കുക.
എന്നാലാണ് ആ കുടുംബം കോർവയോടുകൂടെ സമാധാനത്തോടെ നല്ല നിലക്ക് പോവുകയുള്ളൂ. അത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന്റെ കൂടെ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാവുന്ന കാര്യമാണ്. അതിന്റെ മേലെ ഒരു പെണ്ണ് ഓവർടേക്ക് ചെയ്തിട്ട് അതബ് കേട് കാണിച്ചാൽ 90 കൊല്ലത്തെ അമല് അള്ളാഹു ബാത്തിലാക്കുകയാണ്. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് കാര്യങ്ങൾ അക്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അമല് നമ്മുടേത് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ തെറ്റാണ് ഭർത്താവിനോടുള്ള അതബ് കേട്. ഒരു പെണ്ണ് ഒരു ഭർത്താവിന് വലിയ വേദന ഒരു പെണ്ണുണ്ടാക്കി, മാനസികമായി ടെൻഷൻ ഉണ്ടാക്കി. ഈ പെണ്ണാണ് ടെൻഷൻ. ഈ പെണ്ണ് കാരണമാണ്, ഇവളുടെ നാവാണ്, ഇവളുടെ ദുസ്വഭാവമാണ്, ഇവളുടെ ചീത്ത സ്വഭാവമാണ്, ഇവളുടെ വേറെ ചില ബന്ധങ്ങളാണ്, എന്തു ആവട്ടെ, ഭർത്താവിന് ഇവളെ കൊണ്ട് ടെൻഷൻ ഉണ്ടായാൽ ഇവളുടെ സുന്നത്തോ ഫർളോ ആയ ഒരൊറ്റ അമലും അല്ലാഹ് കബൂൽ ചെയ്യുകയില്ല. സുന്നത്തും സ്വീകരിക്കൂല, ഫർളും സ്വീകരിക്കൂല. നിസ്കരിച്ചിട്ടും ഗുണമില്ല, നിസ്കരിച്ചതിന്റെ ശേഷം സുന്നത്ത് നിസ്കാരവും ദിക്റും ദുആവും നടത്തിയതും അള്ളാഹുവിന്റെ അടുക്കൽ എത്തുകയില്ല. അള്ളാഹ് സ്വീകരിക്കണോ, ആദ്യം തന്നെ ശരിയാക്കി വരേണ്ട ഒരു കാര്യമുണ്ട്, ഭർത്താവിനോടുള്ള കടമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ്, ആ പെണ്ണിന് ഉഹദ് മലയുടെ അത്രയും പൊന്ന് കിട്ടി. ഉഹദ് മലയുടെ അത്രയും പൊന്ന് കിട്ടി. എന്നിട്ട് അതൊക്കെ ഭർത്താവിന് വേണ്ടി ചെലവഴിച്ചു. ഭർത്താവ് പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ രോഗിയാണ്, എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ചെലവഴിച്ചു. എന്നാൽ അവസാനം എന്തോ ഒരു നിമിഷത്തിൽ ഭർത്താവിന്റെ ഒരു ദുസ്വഭാവം കണ്ടു. അപ്പൊ അവള് പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ ചെലവഴിച്ചിട്ടൊരു നന്ദിയില്ല നിങ്ങൾക്ക് എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ അഹ്ബത്ത് അല്ലാഹു അമലഹാ വലൗ കാന കസീറാ, അവളുടെ എല്ലാ അമലും അല്ലാഹ് ബാത്തിലാക്കുകയാണ്. എത്രയുണ്ടെങ്കിലും അല്ലാഹ് പൊളിച്ചു കളയും. മഅദല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇങ്ങനെ പറയുകയാണെങ്കിൽ എത്രയുണ്ട്. അയ്യുമംറഅത്തിൻ സഅലത്ത് സൗജഹ തലാഖ്, ഒരു പെണ്ണ് ഭർത്താവിനോട് പറയുകയാണ്, എന്നെ തലാഖ് ചൊല്ല്, എന്നെ തലാഖ് ചൊല്ല്, എന്നെ വിട് എന്ന് പറഞ്ഞ് ഭർത്താവിനോട് തലാഖ് ചോദിച്ചാൽ മിൻ ഗൈരി മാ ബഅ്സിൻ, ബുദ്ധിമുട്ടൊന്നുമില്ല, ദീനിയായ ശരീഅത്തിന്റെ നിയമപ്രകാരം തലാഖ് ചൊല്ലേണ്ട, തലാഖ് ചോദിക്കേണ്ട, ഖുൽഅ് എന്ന് പറയുന്ന പെണ്ണിനുള്ള അധികാരമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തലാഖും അതുപോലുള്ള സംഭവങ്ങളും ഇതിനോടനുബന്ധിച്ച ബാക്കിയായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പറയാമെന്ന് ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അല്ലാഹു എത്തിക്കട്ടെ. അങ്ങനെ ഒരു കാരണമൊന്നുമില്ലാതെ ഒരു പെണ്ണ് തലാഖ് ചോദിച്ചാൽ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവ് ഒന്നേ ഉള്ളൂ. ഇവിടുന്ന് മരിച്ചുപോയാൽ പിന്നെ രണ്ടാമത്തെ പരീക്ഷ എഴുതാനോ റിട്ടേൺ വന്നിട്ടൊന്ന് നിസ്കരിച്ച് നന്നാകാനോ വേറൊരു ദുനിയാവില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അങ്ങനെ ഒരു പെണ്ണ് തലാഖ് ചോദിച്ചാൽ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗം അവൾക്ക്, സ്വർഗത്തിന്റെ മണം, റായിഹത്ത്, സ്വർഗത്തിന്റെ മണം അവൾക്ക് ഹറാമാണ് കേട്ടോ. ഈ ഹദീസ് അഹ്മദ് ഇമാം, അബൂദാവൂദ്, തുർമുദി ഇമാം, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം, ഇങ്ങനെ എല്ലാവരും റിവായത്ത് ചെയ്ത ഹദീസ് കുറവാണ് കിട്ടല്. വളരെ കടുപ്പമുള്ള ഹദീസാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയവരാണ് നമ്മൾ. ദിക്ർ ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച തരുന്നുണ്ട്, അതും നമ്മൾ ചൊല്ലുന്നുണ്ട്. സലാത്ത് ചൊല്ലുന്നത് റസൂലുള്ളാഹിനെ കിട്ടാനാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കിട്ടണമെങ്കിൽ ഭർത്താവിനോടുള്ള കടമ പറയുന്ന ക്ലാസ്സിൽ എത്തണം, അത് പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. അള്ളാഹിന്റെ റസൂലിനെ കിട്ടൂല ഒരു പെണ്ണ് ഭർത്താവിനോട് ശരിയായിട്ട് അതവ് കാണിച്ചില്ലെങ്കിൽ. അള്ളാഹിന്റെ റസൂല് പറയാണ്, ഇന്നി, ഞാൻ, ആര്, ഞാൻ ലഅബ്ഗളുൽ മർഅത, അള്ളാഹ് ദേഷ്യപ്പെടുന്നല്ല, അത് അതിനേക്കാളും വലുതാണ്. റസൂലുള്ളാഹി ദേഷ്യപ്പെട്ട അള്ളാഹും ദേഷ്യപ്പെട്ടു എന്നാണ് അർത്ഥം. റസൂലുള്ളാഹി ഗൗരവം കാണിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നവരോട് പറയാണ്, ഞാൻ അവളോട് പണം, ഇന്നി ലഅബ്ഗളുൽ മർഅത, ഒരു പെണ്ണിനോട് ഞാൻ ദേഷ്യപ്പെടുകയാണ്. തഖ്റുജു മിൻ ബൈതിഹാ, അവന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവൾ പുറത്തിറങ്ങുകയാണ്. എന്നിട്ടോ തജുറു ദൈലഹാ, അവളുടെ സാരിയുടെ തുമ്പും വലിച്ചോണ്ട് ഇങ്ങനെ നടക്കുകയാണ് പഞ്ചായത്തിലൂടെ. എന്തിനാണ്? തസ്കൂ സൗജഹാ,
അവളുടെ ഭർത്താവിനെ കുറിച്ച് അന്യായം പറയാൻ, ഭർത്താവിനെ കുറിച്ച് കേസ് പറയാൻ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന പെണ്ണ്. ചെറിയ കേസ് വരുമ്പോഴേക്ക് അതാ കോടതിയിൽ പോകുന്ന പെണ്ണുങ്ങളുണ്ട്, ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഒന്നുമില്ല, പറഞ്ഞു തീർക്കാനേ ഉള്ളൂ. ഇസ്ലാമികമായി ഒരു കാര്യം വരുമ്പോൾ പറഞ്ഞു തീർക്കാൻ ഒരുപാട് വഴിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് അത് ഞാനിപ്പോ പരാമർശിക്കുന്നില്ല. വെറുതെ ഭർത്താവിനെ കുറിച്ച് കാരണമില്ലാതെ എന്ന് കൂട്ടണം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദീനിയായ കാരണമില്ലാതെ ഭർത്താവിനെ കുറിച്ച് കേസ് പറയാൻ പുറത്തേക്ക് പോകുന്ന പെണ്ണിനോട് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇനി ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ വീട്ടിലേക്ക് മലക്കുകൾ വരണം ബർക്കത്താകണമെന്നാ കരുതുന്നേ. എന്നാൽ അവിടെയുമുണ്ട് ഇദാ ബാത്തത്തിൽ മർഅത്തു ഹാജിറത ഫിറാശ സൗജിഹാ, ഒരു പെണ്ണ് പിണങ്ങിയിട്ട് ഭർത്താവിന്റെ വിരിപ്പിലേക്ക് പോകാതെ പിണങ്ങിക്കിടന്നാൽ ആ രാത്രി ലഅനത്ഹൽ മലായികതു, മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും. ഹത്താ തർജിഅ, ആ പിണക്കത്തിൽ നിന്ന് അവൾ വിമുക്തയാകുന്നത് വരെ. ഇത് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്, വളരെ സ്വഹീഹായ ഹദീസ്. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള വളരെ മുത്തഫഖുൻ അലൈഹി എന്ന് പറയാറുള്ള ഹദീസാണ്. ലഅനത്തുണ്ട്, ഒരു പെണ്ണ് ഭർത്താവിന്റെ ക്ഷണം സ്വീകരിക്കാതെ മാറിക്കിടന്നാൽ. ഇതാ റജുലു സൗജത്തഹു, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ, ആ വിഷയം ആവർത്തിക്കുന്നില്ല. ഭർത്താവ് ഭാര്യയെ വിളിച്ചു ഹാജത്തിന് വേണ്ടി, ഫൽതത്തി എന്നാൾ അവൾ ചെന്നുകൊള്ളണം. വൈൻകാനത്ത് അല തന്നൂരി, അടുപ്പത്താണെങ്കിൽ പോലും. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന വാക്കാണ്, നമ്മളാരുമല്ല. അടുപ്പത്തിരിക്കുന്ന സമയത്ത് വിളിച്ചാൽ പോലും, അടുപ്പിന്റെ അടുത്ത് കിച്ചണിൽ, എന്നാൽ പോലും പോകണം. ദേഷ്യം മലക്കുകളേത് നമ്മൾ വാങ്ങാൻ പാടില്ല. അപ്പൊ ഗൗരവമുള്ള വിഷയമാണ് എന്ന് ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവിനോട് ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത് വിഷയങ്ങളിൽ നിന്ന് മാറി ആ വിഷയത്തിലേക്ക് തന്നെ കാമ്പിലേക്ക് കടക്കുകയാണ്. ഒരു പെണ്ണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനിപ്പോ കല്യാണം കഴിച്ചിട്ടില്ല, എൻ്റെ ഇളയുപ്പയുടെ മകൻ കെട്ട് പറയുന്നുണ്ട്, ചെറുങ്ങനെ എൻഗേജ്മെന്റ് നടക്കുന്നുണ്ട്, കല്യാണം അടുത്ത് നടക്കാൻ സാധ്യതയുണ്ട്, എൻ്റെ കസിനാണ്, ഇളയുപ്പയുടെ മകനാണ്. അപ്പൊ എനിക്ക് ഭർത്താവിനോട് ചെയ്യേണ്ട ചില കടമകൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, നബിയെ അതൊന്ന് ക്ലാസ് എടുത്ത് തരാൻ പറ്റുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് വന്നൊരു പെണ്ണ് ചോദിച്ച ഹദീസ് വളരെ ഫിറ്റാണ്. അത് തന്നെ പറയാം, വേറെ കുറെ പറയാൻ സമയമില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയത്തിനോട് വളരെയധികം ബന്ധമുള്ള ഒരു വിഷയമാണ്. അതിനു മുമ്പ് പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു സഹാബിയുടെ കുഞ്ഞിമ്മ ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിന്റെ കുഞ്ഞിമ്മ വന്നു. ബെസ്റ്റായ പെണ്ണുങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ദ്വാരപ്പിക്കാനും കാര്യങ്ങൾ പറയാനും വന്നപ്പോ അള്ളാഹിന്റെ റസൂൽ ചോദിച്ചെന്താ, എവിടെയാ വീട്, എന്താ പേര് എന്നല്ല, പിന്നെ അദാത്തി സൗജിൻ അന്തി, നീ ഭർത്താവുള്ള പെണ്ണുങ്ങളാണോ അല്ല ഭർത്താവ് മരിച്ചോ എന്ന അർത്ഥത്തിലായിരിക്കാം. വയസ്സാകുമ്പോൾ അങ്ങനെയല്ലേ ചോദിക്കാം. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. നബിയെ, ഉണ്ടല്ലോ. എന്നാൽ ഉന്തുരി അയിന അന്തി മിൻഹു, അവളും നീയും അവനും നീയും തമ്മിൽ എവിടെയാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ ഫൈനമാ ഹുവ ജന്നതുക്കി വനാരുക്കി നാറുക്കി, ആ ഭർത്താവ് നിന്റെ സ്വർഗവുമാണ് നരകവുമാണ്. നീ സ്വർഗത്തിലാണോ ഇപ്പൊ നരകത്തിലാണോ എന്ന് നോക്കണം, ചിന്തിക്കണം. ഇപ്പൊ ഈ വിഷയം ആ ഇളയിപ്പയുടെ മകൻ കെട്ടു പറഞ്ഞത് പറയുന്നതിന് മുമ്പ് ക്ലാസ്സിലിരിക്കുന്ന ഉമ്മമാര് ചിന്തിക്കേണ്ട വാക്കാണ് ആ സഹാബിയുടെ കുഞ്ഞുമ്മയോട് റസൂൽ ചോദിച്ചത്. നിനക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ അത് ഭർത്താവ്